തലസ്ഥാന നഗരം അങ്ങനെ ഗുണ്ടകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള കഴക്കൂട്ടത്തെ കാട്ടാക്കട എസ് ഐ ആയിട്ടുള്ള മനോജ് ഗുണ്ടാവേട്ടയുമായി ബന്ധപ്പെട്ട് ഗുണ്ടകളുടെ സഹായം തേടി അന്യ ജില്ലയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ എത്തി ആളറിയാതെ ഒരു ദളിത് യുവാവിൻ്റെ ഭാര്യയും അതിക്രൂരമായി ഗുണ്ടകളുടെ ഒപ്പമെത്തിയ ഈ ഏമാൻ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥയ്ക്കും കേരളം സാക്ഷിയായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഈ ഗുണ്ടകൾ തിരുവനന്തപുരം നഗരം മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അനുദിനം ഗുണ്ടാക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ സാഹചര്യത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനിലെ എസ് ഐ തന്നെ ഗുണ്ടകളുടെ സഹായം തേടുന്നു. വളരെ ഗുരുതരമായ ഒരു വൈരുദ്ധ്യം. എന്താണ് സംഭവിച്ചത്? ചുരുക്കി ഒരു അസമ കേസ് പ്രതിയെ പിടിക്കാൻ വേണ്ടിയാണ് പോലീസ് ഭാഗത്തെത്തി. അവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഈ വ്യക്തിയെ വിലങ്ങണിയിച്ചുകൊണ്ട് പുറകോട്ട് കൈ രണ്ടും പുറകോട്ട് വെച്ച് വിലങ്ങണിയിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ചെന്ന ഭാര്യയും ക്രൂരമായി ഗുണ്ടകളുടെ ഭാഗമാണ് പ്രതിയെ പിടികൂടാനായി എത്തിയത്. പക്ഷേ ആള് മാറിയത് അറിയാതെ ഈ സുരേഷിനെയും ജീപ്പിൽ കയറ്റി എസ് ഐ മുന്നോട്ട് പോവുകയുണ്ടായി. പോകുന്ന വഴിക്കാണ് ആള് മാറിപ്പോയി എന്ന് കാര്യം അറിഞ്ഞത്. അതിനെ തുടർന്ന് ഈ സുരേഷിനെ റോഡിന്റെ അരികിൽ രക്ഷിച്ച ശേഷം എസ് ഐ സംഘടിപ്പിക്കുകയാണ്. പ്രദേശത്തെ നമുക്ക് ഈ മർദ്ദനമേറ്റ ആ യുവാവിൽ നിന്നും ആ സുരേഷിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സുരേഷ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൊല്ലം ആയൂരിൽ നിന്നും. സുരേഷ്, നന്നായി പെരുമാറി ഈ ഏമാൻ എന്നാണ് കേൾക്കുന്നത്. അതും ആള് മാറി വന്ന് പിടികൂടുകയാണ്, അതും ഗുണ്ടാ സംഘങ്ങളുടെ അകമ്പടിയോടുകൂടി. താങ്കൾക്കേറ്റ ദുരനുഭവം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. സുരേഷ്, കേൾക്കാമെന്ന് കരുതുന്നു. ഈ പോലീസ് എപ്പോഴാണ് താങ്കളുടെ വീട്ടിലേക്ക് വരുന്നതും വന്ന ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ എസ് ഐ മനോജിന്റെ ഭാഗത്തു നിന്നും എന്ത് പെരുമാറ്റമാണ് താങ്കൾക്ക് നേരിടേണ്ടി വന്നത്? സുരേഷിലേക്ക് കണക്ഷൻ എററുണ്ട്, അത് ശരിയാക്കിയ ശേഷം നമുക്ക് മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതായത് ഒരു ഗുണ്ടയെ പിടികൂടാനായി തിരുവനന്തപുരം കാട്ടാക്കടയിലെ എസ് ഐ ആയിട്ടുള്ള മനോജ് പോവുകയാണ് പോലീസ് വാഹനവുമായിട്ട്. പോകുമ്പോൾ കൂടെ 3 ഗുണ്ടകളെ കൂടി, സാധാരണ ഞാൻ മനസ്സിലാക്കിയത് പോലീസ് അകമ്പടിയോടി പോകുമ്പോൾ പോലീസുകാർ മാത്രമായിരിക്കണം അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ 3 ഗുണ്ടകൾ കൂടി പോലീസിൻ്റെ പണി എഴുപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ടാണ് പോകുന്നത്. കൊണ്ടുപോവുക മാത്രമല്ല, ചെന്നെത്തുന്നത് വേറെ ആരെയോ ഒരു വീട്ടിൽ. എത്തിയ ഉടൻ തന്നെ കലാപരിപാടികൾ അങ്ങ് തുടങ്ങുകയാണ്. ഒരു യുവാവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ്. പോലീസിൻ്റെ എന്ത് രീതിയാണിത്, ശ്രീ ജോർജ് ജോസഫ്? ഇതൊന്നും പോലീസ് സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഒരു വലിയ ഗുണ്ടയെ പിടിക്കാനൊരു ചിലപ്പോൾ എസ് ഐക്ക് കഴിയില്ലായിരിക്കും. അതായിരിക്കും മറ്റു ഗുണ്ടകളുടെ സേവനം ഈ കാര്യത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയത്. എന്തായാലും കേരള പോലീസിൽ അങ്ങനെ ഒരു നയമില്ല, അങ്ങനെ ഒരു താരിഫും ഇല്ല. അതെന്തായാലും വലിയ മോശമായിപ്പോയി. പോലീസിൻ്റെ ഇമേജിന് വലിയ കളങ്കം ഏറ്റു ആ കാര്യം. അതുതന്നെയല്ല, ആ ഇൻഫർമേഷൻ തെറ്റുമായിരുന്നു. അവിടെ ചെന്ന് ഒരു പാവപ്പെട്ട സുരേഷിനെ കയറി പിടിച്ച് അയാളാണെന്ന് വിചാരിച്ച് വിലങ്ങണിയിച്ച് അയാളെ എടുത്തിട്ട് ഇടിച്ച് അയാൾ വരുന്ന വഴിക്കാണ് അവർ മനസ്സിലായ ഇയാൾ ആൾ മാറിപ്പോയെന്ന്. ഇതിനെന്ത് ചെയ്യാൻ നോക്കും? ഇതിനെതിരായിട്ട് എന്തായാലും എസ് ഐയുടെ ഭാഗത്ത്, മനോജിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് കൊട്ടാരക്കര DOSP ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ജാമ്യമില്ലാത്ത ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കാരണം ഇതൊരു സുരേഷ് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പോലീസിൻ്റെ ഇമേജിന് വളരെയധികം മോശമായ ഒരു കാര്യമാണ് എസ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതുപോലുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുത് ഡിപ്പാർട്ട്മെൻറ്റിൽ. കാരണം പോലീസിൻ്റെ ഇമേജാണ് പോകുന്നത്. ഇത് ഇമേജ് പോയി. കാരണം അത് തന്നെയല്ല, കുറച്ചുകൂടെ മര്യാദ കാണിക്കണം. അയാളെ നിരപരാധിയെ അടിച്ചത് മാത്രമല്ലല്ലോ, വരുന്ന വഴിക്ക് അയാളല്ല ആളെന്ന് പറഞ്ഞപ്പോൾ അയാളെ വഴിക്ക് ഇറങ്ങി വിടുകയാണ്. അയാളെ വീട്ടിൽ കൊണ്ടുവിടാത്തത്, അല്ലെ അയാളെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാത്തത് കൺസേൺഡ് പോലീസ്. സുരേഷിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. സുരേഷ്, കേൾക്കാം എന്ന് കരുതുന്നു. സുരേഷിന് പറയാം,
എന്താണ് പോലീസ് ചെയ്തത്? കേൾക്കാം. സുരേഷിനെ പോലീസ് എന്താണ് ചെയ്തത്? പോലീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇരുന്ന് പോലീസ് ഗുണ്ടകളെയും കൊണ്ടുവന്ന് ആൾ മാറിയെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് ആക്രമിക്കുക, വിലക്ക് വാങ്ങിക്കുക, അതൊക്കെ ചെയ്യാൻ മര്യാദയായിട്ടുള്ള പരിപാടിയാണ് ഈ പോലീസ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് തല്ലിയോ? എന്നിട്ട് ഇവർ ഇതിനു വേണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് ഇവർ 20 നന്നായിട്ട് അടിച്ചോ പോലീസ്? ഹലോ, പോലീസ് നന്നായിട്ട് അടിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ 3 പോലീസുകാരും മർദ്ദിച്ച് 3 പോലീസുകാരും ഇവിടെ ഗുണ്ടാലിസ്റ്റ് പ്രതിയുള്ള 3 അറിയാവുന്ന ആൾക്കാരും കൂടെയാണ് ആവശ്യത്തിന് പെരുമാറിയത്. അത് പുറയിൽ വിലങ്ങ് വെച്ചിട്ടാണ് ഇവർ തന്നെ ഈ അടിക്കുക എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് അവരിതിൻ്റെ FIRയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവർ പ്രതികളെ ഇത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുവാണ് പോലീസുകാർ. നമുക്ക് നിയമത്തിൻ്റെ വഴി ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ രാത്രിയിലായിരുന്നോ വന്നത്? ഇത് രാത്രി ഒരു 9:30 ആയപ്പോഴാണ് വന്ന് വിളിക്കുന്നത്. ഈ ഇവിടുത്തെ ഗുണ്ടകളാണ് വന്ന് എന്നെ വിളിക്കുന്നതും അതിൻ്റെ തൊട്ട് പുറകെ പോലീസുകാർ വന്ന് എന്നെ വിലങ്ങ് വെച്ച് ഇടിക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഈ വന്നത് ഗുണ്ടകളാണെന്ന് എൻ്റെ ഭാര്യയെ ചീത്ത വിളിക്കുകയും അവളെ മർദ്ദിക്കുകയും എടുക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്ത്. എന്തോ സാറേ? ഈ വന്നത് ഗുണ്ടകളാണെന്ന് എങ്ങനെ മനസ്സിലായി? ഹലോ, ഈ വന്നത് വിളിച്ച് ഈ സുരേഷിനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗുണ്ട പ്രതികളും ആൾക്കാരുവാ. നിരന്തരം കേസും വഴക്കുമായിട്ട് നടക്കുന്നവരാ. അവർ 2 പേരെ അറിയാവുന്നത്, ഒരാൾ കണ്ടാൽ അറിയാവുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും, യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല ഇതിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാവും അവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. വന്ന് കൈവിലങ്ങ് വെച്ചതിന് ശേഷം അങ്ങ് ഇടിക്കുകയായിരുന്നു. ഇവരായിട്ട് മുൻ ശത്രുതയോ വൈരാഗ്യമോ ഒന്നും നമുക്കില്ല. കൈവിലങ്ങ് വെച്ച് കുനിച്ച് കയറി ഇടിക്കുമായിരുന്നു. അവർ പുറവശമാണ് മൊത്തമാണ് ഇടിച്ച് ഇത് കലക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇവിടുത്തെ ജീപ്പ് കയറ്റി കൊണ്ടുപോയി എൻ്റെ വീട് മൊത്തം ആക്രമിച്ച് വീട്ടിൽ കിടന്ന സാധനങ്ങൾ വാരി കൊണ്ടുപോയി, പൈസ വാരി കൊണ്ടുപോയി, പൈസകൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി, രേഖകളെല്ലാം പിറകെ എടുത്തുകൊണ്ട് പോയി. പോലീസുകാർ SI എന്നിട്ട് ഒരു കൊടുവാളെടുത്ത് SI എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞ് ഇതാണ് തൊണ്ടി മുതലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇവർ ഇവിടെ നിന്ന് കയറ്റി ഇവിടെ മുരുക്കം എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഹലോ, എന്നിട്ട് എവിടെ വെച്ചാണ്? വഴിക്ക് വെച്ചാണ് മുരുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർ തിരിച്ച് വഴിക്ക് വെച്ചാണോ വിടുന്നത്? വഴിക്ക് വെച്ചാൽ വഴിക്ക് വെച്ച് വിട്ടിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവർ ആദ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്നെ ആക്കാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, ഗവൺമെൻറ് ആശുപത്രി കൊണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഇവർ വഴിക്ക് കൊണ്ടുവന്ന് ഇവർ തള്ളിക്കളഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവർ ഇത് സുരേഷ് അല്ല ആള് എന്ന് അറിഞ്ഞിട്ടും വഴിയിൽ ഉപേക്ഷിച്ച് പോയി. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് കേസ് കൊടുത്തു. പിന്നെ നമ്മൾ ചടങ്ങെടുത്തുകൊണ്ടുവന്ന് കേസ് കൊടുത്ത് ഇന്ന നാൾ വരെ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് അന്ന് രാത്രി തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് പോലീസുകാർ വന്ന് അന്വേഷിച്ച് ഇതുവരെ അതിൻ്റെ ഒരു നടപടിയോ ഒന്നും ഉണ്ടായില്ല. അവർക്ക് വേണ്ടി എന്നിട്ട് ഇപ്പം മെനഞ്ഞാന്ന് FIR ഇട്ടിട്ട് അവർക്ക് വേണ്ടി ഒരു നടപടിയോ ഒന്നും എടുക്കുന്നില്ല. അവർ പ്രതികളെ പിടിക്കുന്നില്ല. നമുക്ക് പ്രതികൾ നമ്മുടെ മുന്നിൽ കൂടെ നമ്മളെ പിന്നോടും ശത്രുതയ്ക്ക് വേണ്ടി ഇതിന് വൈരാഗ്യമായിട്ട് നടക്കും അവർ. ശ്രീ ജോർജ് ജോസഫ്, മൂക്കത്ത് കൈവച്ച് മാത്രമേ ഇത് കേൾക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ, കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് നമ്മളൊക്കെ ചർച്ച ചെയ്തു. അന്ന് താങ്കളും ആ ഫ്ലോറിലുണ്ടായിരുന്നു. ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ ഒരു ഗുണ്ടയുടെ വീട് സന്ദർശിച്ചതിൻ്റെ പേരിൽ ഉടനടി പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കാക്കി ഊരി വെപ്പിച്ചു. ഇന്നും ഇപ്പോൾ ഈ പറയുന്ന മനോജ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ എന്ന് വിളിക്കേണ്ടി വരും അദ്ദേഹത്തെ. കാരണം സഹവാസം മുഴുവൻ ഗുണ്ടകളോടാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ വളരെ മോശമെന്നാണ് കേൾക്കുന്നത്. കാക്കിയിട്ടിരിക്കുകയാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ മേലൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു നടപടി പോലും ഈ കേരള പോലീസിന് അപമാനമായിട്ടുള്ള ഈ വ്യക്തിക്കെതിരെ ഇതുവരെയും എടുത്തിട്ടില്ല. ദളിത് യുവാവിനെ മർദ്ദിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ആ വ്യക്തി അല്ല എന്ന് അറിഞ്ഞിട്ട് വഴിയിൽ തള്ളിയിട്ട് പോവുകയാണ്. എന്ത് മറുപടി പറയണം ശ്രീ ജോർജ് ജോസഫ്? ഇതിനൊന്നും മറുപടി പറയാനില്ല. എന്തായാലും സുരേഷിനെ അടി കിട്ടിയത് മിച്ചം. പാവം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് കയറി അദ്ദേഹം പറയുന്നത് അവിടെ നിന്നുള്ള അതും ഇതൊക്കെ സെർച്ച് ചെയ്ത് പൈസ കൊണ്ടുപോയി, ഒരു കൊടുവാൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കൊടുവാൾ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പക്ഷേ ലോക്കൽ പോലീസ് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അദ്ദേഹത്തിനെ തെറ്റിപ്പോയെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി സോറി പറയണ്ടേ? അത് തന്നെയല്ല, രണ്ടാമത് അദ്ദേഹത്തിനെ വഴി തന്നെ ഇറക്കി വിട്ടത്. പിന്നെ ഇദ്ദേഹം വീട്ടിലുണ്ടോ ഇല്ലയോ നോക്കാൻ വിട്ടത് ആരെയാണ്? ലോക്കലായിട്ടുള്ള അറിയപ്പെടുന്ന ഗുണ്ടകളാണ്.
ആരോ ആയിക്കോട്ടെ, ഏതായാലും അങ്ങനെയുള്ള സേവനമൊന്നും പോലീസ് ഉപയോഗിക്കാൻ പാടില്ല. അവരെ പോലീസ് വർക്ക് ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യാനും പാടില്ല. എന്തായാലും ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര DYSP ഈ SIക്കും ആ ഗുണ്ടകൾക്കും എതിരായിട്ട് ഒരു കേസ് എടുക്കാനുള്ള ഡയറക്ഷൻ കൊടുത്ത് കേസെടുത്തെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് സുരേഷിന് നീതി കിട്ടും, നീതി കിട്ടും. ദിവസങ്ങൾ കഴിഞ്ഞു, 20-ാം തീയതി കഴിഞ്ഞ മാസം നടന്നതാണ്. കേസെടുത്തു. അട്രോസിറ്റി അറിയാമല്ലോ, ഒരു ദളിത് യുവാവിനെ മർദ്ദിക്കുമ്പോഴുണ്ടെന്ന ആ അട്രോസിറ്റി. വീട്ടിലൊരു ഭാര്യയ്ക്കൊപ്പമുള്ള ഭാര്യ പോലും കരഞ്ഞ് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് കൂടി ഒരു വീട്ടിലേക്ക്, ഇത്തരം സ്ത്രീകളുള്ള വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അറിയാമല്ലോ പാലിക്കപ്പെടേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുപോലൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് സഹവാസം, അതാ ഗുണ്ടകൾ, ഈ ഗുണ്ടകളുടെയൊക്കെ പശ്ചാത്തലം എന്താണ്? അപ്പോൾ അവരുടെ തോളെ കയറ്റാണ് ഇത്രയും നാളും ഇയാൾ നടന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം കേരള പോലീസ്. ഒരുപാട് കേസുകൾ പറയാനുണ്ടെന്നാണ് പലരെയും ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ആ സ്റ്റേഷനിലെ, നേരത്തെ ഇരുന്ന സ്റ്റേഷനിലെ SHOയെ വിളിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിനെതിരെ വളരെ മോശം ട്രാക്ക് റെക്കോർഡാണ് പലരും പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെയൊക്കെ വളം വെച്ച് കൊടുക്കാമോ? അങ്ങനെയാണോ ഈ പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവും. കാരണം FIR ആയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന സംഭവമായാലും FIR ആയിട്ട് 3 ദിവസം ആയുള്ളൂ. ആ DYSP അതേപ്പറ്റി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്ത ശേഷമാണ് FIR ആയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി നടപടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പോലീസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ FIR എടുത്തിരിക്കുന്നത്. പിന്നെ SC ആക്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒളിവിൽ പോയി കാണും. തീർച്ചയായിട്ടും അയാൾ അവിടെ തന്നെ ഉണ്ടോ ഇതിൽ സംശയമാണ്. ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള പോലീസിൻ്റെ ഈ ഇമേജ് കളയുന്നത്. കാരണം അയാൾക്ക് ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധമുണ്ട് പലരും അതുപോലെ അവരുടെ സർവീസ് ഉപയോഗിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ നമ്മൾ നോക്കിക്കോ, തിരുവനന്തപുരം ജില്ലയിലാണ് ഫസ്റ്റ് റാങ്ക് കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗുണ്ടകളെ ഉണ്ടാക്കിയത് നമ്മളൊക്കെ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത്. ഏകദേശം 600 ഗുണ്ടകളുണ്ടെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. പിന്നെ ഗുണ്ടകളെ കഴിഞ്ഞ ദിവസം ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നമുക്കറിയാം, ജോയിയെ വെട്ടിക്കൊന്നു. പക്ഷേ വെട്ടിക്കൊള്ളുന്നതിന് ഈ തിരുവനന്തപുരം ഗുണ്ടകൾക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം. കാരണം തിരുവനന്തപുരത്ത് കാലാണ് വെട്ടുന്നത് രണ്ടുപേരും. ഇപ്പം ഗുണ്ടകളുടെ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവർ കൊലക്കേസ് ഒത്തിരി എണ്ണം നടത്തുന്നതുകൊണ്ട് കാല് വെട്ടും ചിലപ്പോൾ രക്ഷപ്പെടില്ല, അവൻ നടക്കില്ലല്ലോ. 2 കാലും വെട്ടിയെന്നാണ് അറിഞ്ഞത് ജോയിയുടെ. പക്ഷേ ജോയി ആയതുകൊണ്ട് ജോയിയെ അവിടെ ഒന്ന് എടുക്കാനോ ആശുപത്രി കൊണ്ടുപോകാൻ ആരും തയ്യാറില്ല, പേടിച്ചിട്ട്. 1 മണിക്കൂർ അവിടെ കിടന്നു. അതിനുശേഷം പോലീസ് ഒന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി വെച്ച് ബ്ലീഡ് ചെയ്ത് തന്നെ മരിച്ചത്. പക്ഷേ അത് തന്നെയല്ല, തിരുവനന്തപുരത്ത് നമുക്ക് അതിനു മുമ്പ് തന്നെ ഈ കഴക്കൂട്ടത്ത് ഒരാളെ വീട്ടിൽ കയറി അയാളെ കൊണ്ടുവന്ന് കാല് വെട്ടി എടുത്തിട്ട് അത് സ്കൂട്ടറിൽ പോയി ആ ടൗണിൽ കൂടെ മുഴുവൻ എഴുന്നള്ളിച്ച് ഈ കാല് പൊക്കി പിടിച്ച് നടന്ന അത് CCTV ദൃശ്യത്തിലൊക്കെ വന്നു. അത് തന്നെയല്ല, ഈ പൂന്തറ ഭാഗത്ത് വേസ്റ്റിനകത്ത് 2 കാല് കിടന്നു. ആ 2 കാല് നമ്മൾ അന്വേഷിച്ച് പിന്നീട് അത് കണ്ടുപിടിച്ചു പോലീസ്. പൂന്തറ പോലീസ് അത് കണ്ടുപിടിച്ചു. അത് തമിഴ്നാട്ടിലെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൻ്റെ അപ്പുറത്തുള്ളൊരു ഗുണ്ടയാണ്. അവൻ ഇവിടുന്ന് ആരോ ഒരു ഗുണ്ട അവിടെ ചെന്നപ്പോൾ ആ ഗുണ്ടയ്ക്കെതിരായിട്ട് എന്തോ സംസാരിക്കുക വിട്ടുകൊണ്ട് ചെയ്തു. അവനെ സൂത്രത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് പൂന്തറ കൊണ്ടുവന്നിട്ട് അവനെ കഷ്ണമാക്കി അറിഞ്ഞ് അങ്ങനെ കടലിലും അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞ് കളഞ്ഞ് മിച്ചം വന്ന 2 കാലാണ് അവിടെ വേസ്റ്റിനകത്ത് ഇട്ടത്. അതുപോലെ കഴക്കൂട്ടത്ത് തന്നെ ഇനിയും ഉണ്ടൊരു കേസ്. ആ കേസിനകത്ത് കാല് വെട്ടുകയാണ്. അപ്പോൾ കാലാണ് വെട്ടിക്കൊണ്ട് പോകുന്നത്. അത് തന്നെയല്ല, ഇവിടെ നമ്മൾ സരിത എന്ന ഒരു വക്കീലെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം, മുത്തൂറ്റിൻ്റെ അവിടുത്തെ സീനിയർ മാനേജർ, 45 വയസ്സുള്ള. അവരുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? അവർ ഗുണ്ടയുടെ സേവനമാണ്. അനിമോൻ എന്ന ഗുണ്ടയുടെ സേവനത്തിൽ പാപ്പച്ചനെ കൊന്നിട്ട് ക്രിമിനൽ അത് ഗുണ്ടകളുടെ സഹായം തേടുന്നു. അന്വേഷണത്തിന് ഇവിടുത്തെ ഈ മാന്യദേഹം ഗുണ്ടകളുടെ സഹായം തേടുകയാണ്. ഈ പാസിംഗ് ഔട്ടിൽ പരേഡിൽ മുഖ്യമന്ത്രി പറയാറുണ്ട്, ഈ വേദവാക്യങ്ങൾ പറയാറുണ്ട് പോലീസിനെ നന്നാക്കാൻ വേണ്ടി. കേരള പോലീസിൻ്റെ മാനുവലിൽ ഇനി ഗുണ്ടകളുടെ സഹായം കുറ്റവാളികളെ പിടികൂടാൻ പോകുമ്പോൾ പ്രത്യേകമായിട്ട് വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് എനിക്കറിയില്ല. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് ക്രമസമാധാന നില തകർന്നുകൊണ്ടേയിരിക്കുന്ന നാട്ടിൽ ആ ഗുണ്ടാവേട്ടകൾക്ക് ഓമനപ്പേരിട്ട് പല പേരിലും ഗുണ്ടാവേട്ടകൾ ശക്തമാക്കുമ്പോൾ ഒരു ഗുണ്ടകളെ പിടികൂടാൻ, മറ്റൊരു ഗുണ്ടയെ പിടികൂടാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളുടെ സഹായം തേടി പോകുന്ന ഒരു പോലീസ് ഏമാൻ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ UP പോലീസ് അല്ല, കേരള പോലീസ് ഉള്ള ഈ മനോജിനെ പോലുള്ളവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രാജ്യത്തിന് അഭിമാനമായി ജോർജ് ജോസഫ് സാറിനെ പോലുള്ളവർ പ്രവർത്തിച്ച
രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായ കേരള പോലീസിന് ഇതുപോലത്തെ ഉള്ള ക്രിമിനലുകൾ അതിൽ തുടരുന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇയാളെ ഇനി ഒരിക്കലും യൂണിഫോമിൽ തിരിച്ചെത്തിക്കാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാകരുത്. കേരളത്തിലെ 2 DYSPമാരെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 20-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ 2014 ശേഷം ഈ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട്. 120ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പിരിച്ചുവിടേണ്ട വക്കിലാണ്. ഇയാളെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഇയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇയാളെ ശാശ്വതമായിട്ട് ഇയാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇയാളെ ജയിൽവാസം അർഹിക്കുന്നു. ഇയാളെ ഇനി ഒരിക്കലും പോലീസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഒരു പോലീസ് ജോർജ് സാറിനെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നെക്കാളും അറിയാം. അതായത് ഇയാൾ കാട്ടക്കടൽ SI ആണ്. ആയൂരിലോ ചടയമംഗലോ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതാത് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അവരുടെ കൂടി സഹായത്തോടുകൂടി വേണം ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പോരായിട്ട്. ഇയാൾ അതിൽ ലംഘിച്ചു. കേരളം മുഴുവൻ ഇയാളുടെ ജൂറിസ്ഡിക്ഷൻ ആണോ? ഇയാളാണോ കേരളം ഭരിക്കുന്നത്? അതും 2 ഗുണ്ടകളെ, അതൊന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക ഗുണ്ട എന്ന് പറയുന്നത്, ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുപോയി ഈ പാവപ്പെട്ട ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട കൂലിപ്പണി എടുത്തിരിക്കുന്ന മനുഷ്യന്റെ ഈ വ്യക്തി പഠിച്ചിരിക്കുന്ന സ്റ്റേഷനിലേക്ക് ആദ്യം ചെന്നാൽ കർണം പറിച്ച് അടിക്കുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ കലാപരിപാടികൾ. പിന്നീട് കുനിച്ചു നിർത്തി നോക്കൊരു ദളിത് യുവാവിന് ഒന്നും അറിയാത്ത പാവത്തെ അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു കുടുംബം പോറ്റേണ്ട ആളുടെ കുനിച്ചു നിർത്തി വിലങ്ങി വെച്ച് ഇടിക്കുകയാണ്. ആരാണ് ഇയാളെ? ഒരു നിമിഷം പോലും ആ കാക്കിക്ക് ഇദ്ദേഹം ഈ ക്രിമിനൽ അർഹനല്ല. ക്രിമിനൽ എന്ന് തന്നെ വിളിക്കണം. കാരണം അങ്ങ് വിളിച്ചേ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല കാര്യങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഒരു DIGക്ക് പോലും ദുരനുഭവം ഏൽക്കേണ്ടി വന്നു. വാഹനം തടഞ്ഞു നിർത്തിയെന്നാണ് അറിയുന്നത്. അത് സെറ്റിൽമെന്റ് ചെയ്തു തന്ത്രപൂരം. അപ്പോൾ എവിടെയൊക്കെ പിടികൂടിയുള്ള ഒരു പോലീസുകാരനാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അല്ല പ്രജീഷ്, ഇയാളെ ക്രിമിനൽ എന്ന് വിളിച്ചാൽ ഇയാളെ കോടി ക്രിമിനല തന്നെ. നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പുറകോട്ട് കൈവച്ച് അൺകപ്പ് ചെയ്യാനായിട്ട് ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? നമ്മളിത് കണ്ടിരിക്കുന്നത് എവിടാ? അമേരിക്കയിലെ ജോർജ് ലോഡ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസുകാര് പുറകോട്ട് അൺകപ്പ് ചെയ്തിട്ട് ഇടിച്ചു കൊല്ലുന്നത് ലോകം മുഴുവനും കണ്ട അമേരിക്ക മുഴുവനും പ്രക്ഷോഭമാണ്. കേരളത്തിൽ ഇത് ആവർത്തിക്കാനായിട്ട് ഇയാൾക്ക് ആര് അധികാരം കൊടുത്തു? തന്നെയുമല്ല, ആ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ നൈറ്റ് വലിച്ചു കയറി അയാൾ മർദ്ദിച്ചു. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി കേസെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാളെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യണം. ഇയാളെ സസ്പെൻഡ് ചെയ്യണം. പിരിച്ചുവിടണം. ഒരു തർക്കമില്ല കാര്യം. പിന്നെ തന്നെയുമല്ല, ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുക എന്താണ്? ഞാൻ കൊല്ലത്ത് തന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഗ്രേഡ് അനുസരിച്ചാണെങ്കിൽ ഒരു DYSPയിലേക്ക് എത്തേണ്ടതാണ്. കാരണം PR കിട്ടി റെഡ് മാർക്ക് കിട്ടി ഒരു ഉദ്യോഗസ്ഥനാണ്. മൊഹീന പർവീണിന്റെ ആ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ച് പേരുകളിൽ ഒരാളാണ് ആ CIA മാൻ. ആ CIA മാന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ലോ ആൻഡ് ഓർഡർ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ പഴികേൽപ്പിച്ച മഹാവൈറസുകളെ പോലെയുള്ള ആളുകൾക്കും അവർക്ക് പിന്നീട് കുറഞ്ഞ ശിക്ഷ കൊടുക്കും. എന്താണ്? ഒരു സസ്പെൻഷൻ പകുതി ശമ്പളത്തിൽ. പിന്നീട് തിരിച്ചെടുക്കുമ്പോഴെന്താണ്? കീ പോസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ എന്തുകൊണ്ട് മോണിറ്ററിംഗ് ഉണ്ടാകുന്നില്ല? തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാം. അതായത് നമ്മുടെ രാജ്യത്തെ ഈ പോലീസിലെ ക്രിമിനലുകളുടെ പെർസെന്റേജ് രാജ്യത്ത് വ്യാപകമായിട്ട് 12%. കേരളത്തിൽ 2016 അടുത്ത വർഷത്തെ അധികാരത്തിൽ ഏറുമ്പോൾ അത് കേവലം 6%. ഇപ്പൊ അത് 4% മാത്രമേ ഉള്ളൂ. അപ്പൊ പോലീസിനൊരു ശുദ്ധീകരണം ഈ സംസ്ഥാന സർക്കാരുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള ക്രിമിനലുകൾ ഈ പോലീസ് സേനയിൽ വരുന്നത് ആർക്ക് തടയാൻ പറ്റും? അത് തടയുമ്പോൾ ആ തടയുന്നവരെ പിരിച്ചുവിടാനുള്ള തന്റെ ഈ സർക്കാർ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, കരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ പേര് മാറിയെങ്കിൽ ക്ഷമിക്കണം, കൊല്ലത്തെ ഒരു SIയും കുറെ പോലീസുകാരോട് കൂടി ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ നമ്മുടെ ഒരു ഭടനെ അതിക്രൂരമായി മർദ്ദിച്ച് ദ്രോഹം ചെയ്തു. ഒരു പരിധിവരെ മാതൃഭൂമിയുടെ കൊല്ലം റിപ്പോർട്ടറെ പോലെയുള്ളവരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. സർക്കാർ എടുത്ത നടപടി വളരെ സ്ട്രോങ് അല്ലേ? നടപടി എടുക്കുക എന്നല്ലാണ്ട് ഇവരെ തൂക്കിക്കൊല്ലാൻ പറ്റും? അത് കോടതിക്കല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ക്രിമിനലുകൾക്ക് എങ്ങനെ മനസ്സ് വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യരെ ശാരീരിക മർദ്ദം? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്ന് അദ്ദേഹം 8 ദിവസം ആശുപത്രി കിടന്നു. അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടായി. ഈ കൊടും ക്രിമിനൽ ആ 3 പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം. ആ സാധാരണ പോലീസുകാരായി 3 പേരെ കൂടെ ചെന്ന് അവരെ വിടരുത്. അവരും ഇനി കാക്കി ധരിക്കാൻ അവസരം കൊടുക്കരുത്. അവർക്കും അവരെ ശിക്ഷിക്കണം. ഇയാളെ മാത്രം ശിക്ഷിക്കാൻ പോരാ. ഞാൻ ഒരു കാര്യം ഇപ്പൊ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി 1-2 കാര്യങ്ങള്. ഇവർക്കെതിരെ സർക്കാർ ശക്തമായി നീങ്ങുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആ പരാതിയുടെ പേരിൽ അന്വേഷിക്കാനായിട്ട് കൊട്ടാരക്കര DYSP എടുത്ത് നിർദ്ദേശിച്ചു. അദ്ദേഹം കൃത്യമായി റിപ്പോർട്ട് കൊടുത്തു. ഒരു കാരണവശാലും തിരിച്ചെത്താത്ത രീതിയിൽ ജയിൽവാസം ഉറപ്പായിട്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് കൊടുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഉറപ്പായി, ജാമ്യമില്ലാ വകുപ്പാണ്. ദളിത് അട്രോസിറ്റി ആക്ട് ആണ്. അകത്ത് കിടക്കണം, അഴി എണ്ണിക്കണം. ഗുണ്ടകൾക്കൊപ്പം എത്തി
ദളിത് യുവാവിൻ്റെ വീട് കയറി പോലീസിൻ്റെ അക്രമം എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് കേൾക്കാമെങ്കിൽ ഇടികിട്ടിയതിന് ശേഷം സുരേഷ് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ്? അനുഭവിക്കാനുള്ള വേദന എന്നാൽ ശാരീരികമായിട്ട് എനിക്ക് ജോലിക്ക് പോകാനോ വേറൊരു കാര്യത്തിന് പോകാനോ ഇറങ്ങി പോകാനോ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പം പെണ്ണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് ആ ആശ്രയത്തിൽ കഴിയുക. എന്നിട്ട് ഈ പ്രതികൾ ഇവർ എഫ്ഐആർ ഇട്ടിട്ട് ഈ പ്രതികൾ നമ്മുടെ മുന്നിൽ പിന്നെയും നമ്മുടെ പ്രശ്നമായിട്ട് നടക്കാൻ വേണ്ടി ഈ ഗുണ്ടകളും ഈ ബാക്കിയുള്ള ആൾക്കാരും നമ്മുടെ പുറകെ നടക്കുക. അതിനൊന്നും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയോ അതൊന്നും എടുക്കുന്നില്ല. ഈ എഫ്ഐആർ ഇട്ടിട്ട് നമുക്ക് ഡെയിലി നമുക്ക് വീട്ടിലിരിക്കാൻ തന്നെ ഭീഷണിയാണ്, പേടിയാണ്. ഇവർ അതിനൊരു നടപടി എടുക്കുന്നില്ല ഈ ചടയമംഗലം പോലീസുകാർ. ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ? ആ, അവർ എന്നിട്ടും ചടയമംഗലം പോലീസ് അത് കേസെടുത്തിട്ട് എഫ്ഐആർ വിട്ടിട്ട് അവരെ പ്രതികളെ പിടിക്കുന്നില്ല, ആരെയും ഒന്നും കാണിക്കുന്നില്ല, എഴുതുന്നില്ല. അവരെ ആൾക്കാരായിട്ട് ഉള്ള ഇതിൽ അവർ നടക്കുന്ന അത് പോലീസുകാരെ സഹായിക്കുകയാണ് അവർ. ഇനിയും പേടിയുണ്ടല്ലേ താങ്കൾക്ക്? ആ, പേടിയുണ്ട്, നമുക്ക് പേടിയുണ്ട്. അവരെ ഇനിയും പേടിയുണ്ട്. ഇനി വീട്ടിൽ രാത്രി കയറി ആക്രമണം ഉണ്ടായി കേസ് കൊടുത്ത് ഇത്ര ആയിക്കൊണ്ട് അവർ ഈ അകത്ത് പോയി കിടക്കുമ്പോഴത്തേക്ക് അതിന് മുന്നേ ചെയ്തിട്ട് പോകാമെന്നുള്ള പലവരെടുത്ത് ഇവിടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവരും അവർ പോവുക ജയിലിൽ പോകുമ്പോഴത്തേക്ക് എന്തുമായാലും ഇതും കൂടെ ഇരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ സർവ്വ ആൾക്കാരെൻ്റെ കൂടെ സഹകരിക്കുന്നവരടുത്ത് മൊത്തവും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആറിൻ്റെ പേപ്പർ വാങ്ങിക്കാൻ തന്നപ്പോഴും പറഞ്ഞു. എന്നിട്ട് അവരത് ചെവിക്കൊള്ളുന്നില്ല. അവർക്കുള്ള ആൾക്കാരെ സഹായിക്കുക, അത് തന്നെ. നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ഒരു സഹായമോ ഒരു നിയമ നടപടിയോ ഒന്നും ഇവർ എടുക്കുന്നില്ല. 20 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നമ്മൾ പോയി കിടന്നിട്ട് വന്നിട്ട് അവരിവിടെ നടക്കുന്നതല്ലാതെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതല്ല പോലീസുകാരും നമുക്കൊരു സംരക്ഷണം തരുന്നില്ല. ശ്രീ ജോർജ് ജോസഫ്, 10-20 ദിവസമായി. കാരണം ഒരു വീട്ടിൽ നിന്നും അവിടുത്തെ ഒരു അത്താണി ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആ വീട് പോറ്റാൻ കഴിയില്ല. ആ മനുഷ്യന് ഈ കേസിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? ഈ ക്രമസമാധാന നില ഉറപ്പാക്കേണ്ട പോലീസുകാർ ആ വീട്ടിലെത്തണം. നമ്മളെ ഈ ചെല്ലും ചെലവും കൊടുത്ത് നമ്മുടെയൊക്കെ കീശയിലെ പണം കൊടുത്ത് കുഴിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗമാണ് അവർ. നമ്മുടെ സുരക്ഷയാണ് പരമപ്രധാനം. ആ വീട്ടിലേക്ക് എത്തി കാര്യങ്ങൾ ബോധിപ്പിച്ച് നോക്ക് പറഞ്ഞു കേട്ടില്ലേ, ഗുണ്ടകൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ആ ഗുണ്ടകളുടെ പവർ ആലോചിക്കണം. കൂടെ സഹായത്തിന് ആരാ ഉള്ളത്? ഒരു പോലീസ് SI ആണ്. അപ്പോൾ വെല്ലുവിളി സ്വാഭാവികമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുണ്ടാ ലിസ്റ്റ്, ഈ പോലീസ് ഗുണ്ട നെക്സസുമായി ബന്ധപ്പെട്ട് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ്. ആ റിപ്പോർട്ടിന്മേൽ ശക്തമായ നടപടിയുണ്ടോ? പിന്നീട് ഈ നടപടിക്ക് വിധേയമായിട്ടുള്ള ആളുകളെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ? അവർ നല്ല നടപ്പിന് വിധേയരായിട്ടുണ്ടോ? അതല്ല അവർക്ക് വീണ്ടും കീ പോസ്റ്റ് നൽകുമ്പോൾ അവർക്ക് അതിന് പ്രാപ്തരാണെന്ന തോന്നലുണ്ടോ? ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഇത് സ്വല്പം താമസിച്ചാണെങ്കിലും ശക്തമായ നടപടി വരും എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് പല സ്ഥലത്തും ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടികൾ ഉണ്ടാകുന്നില്ല. നമ്മൾ കണ്ടല്ലോ, എറണാകുളത്ത് റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഒരു DYSP അവിടുത്തെ ഗുണ്ടയുടെ അവിടെ വന്ന് അവിടുത്തെ പാർട്ടിയൊക്കെ സ്വീകരിച്ച് ലോക്കൽ SI വന്നപ്പോൾ അവിടെ ഒളിച്ചിരുന്ന അയാൾ അവിടുത്തെ ബാത്റൂമിൽ കയറി. പക്ഷേ അയാളെ അടുത്ത ദിവസം റിട്ടയർ ചെയ്തതാണ്, തലേദിവസം തന്നെ സസ്പെൻഡ് ചെയ്തു. അയാളെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നടപടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഈ പിണറായി വിജയൻ സർക്കാർ, അദ്ദേഹമാണ് ഈ 2 DYSPമാരെ ഏകദേശം 22 പേരെ പിരിച്ചുവിട്ടു. ഞാനത് പല സ്ഥലത്തും ശ്ലാഘിച്ച് സംസാരിക്കുന്നതിൻ്റെ കാരണം അതാണ്. സ്വല്പം താമസിച്ചാലും നടപടി ഉണ്ടാവും. പക്ഷേ ഇതുപോലുള്ള നിരപരാധികളെ ഇങ്ങനെ മർദ്ദിച്ചാൽ ഭീകരമായ മർദ്ദനം, പുറയിലോട്ട് ആൻകഫ് പുറയിൽ ഇട്ട് പിടിച്ചിട്ടാണ് മർദ്ദിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ ഒരു സംവിധാനം വേണം പോലീസിൽ. കാരണം ഇത് സുരേഷ് എന്ത് ചെയ്തിട്ട് ആൾ മാറി എന്ന് പോലീസ് സമ്മതിച്ച് അതുകൊണ്ട് വിട്ടിട്ട് പോയല്ലോ. അങ്ങനെ ആൾ മാറിയാലും ഇതുപോലുള്ള നിരപരാധികൾ, അങ്ങേർക്ക് കൂലിപ്പണി ചെയ്യുന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങാണ്ട് ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് വീട് ചെലവ് നടക്കുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ ഒരു ഏമതെണ്ണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന്? അപ്പൊ അതിനൊരു സംവിധാനം. ശ്രീ ജോർജ് ജോസഫ്, ഈ കൃത്യമായിട്ട് നഷ്ടപരിഹാരം നൽകണം. കാരണം ഏറ്റ മർദ്ദനങ്ങൾ തൊഴിലിനിടയ്ക്കാൻ ഇനി അദ്ദേഹത്തിന് കഴിയുമോ എന്നറിയില്ല. അത് കുറച്ച് സമയം നിൽക്കും. പക്ഷെ ആ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് എൻ്റെയോ താങ്കളുടെയോ നികുതി പണത്തിൽ നിന്ന് എടുത്തല്ല, ഈ SIമാൻ്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് എടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ടൈംലി ഒരു പണിഷ്മെന്റ് എന്ന ബോധ്യം വരികയുള്ളൂ. അതിനൊക്കെ നിയമപരമായിട്ട് വരുമ്പോൾ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് നേരത്തെ റെജി അത് തന്നെ പറഞ്ഞു, നമുക്ക് ഒരു റിലീഫ് എന്തായാലും ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. എവിടെന്നെങ്കിലും കുറച്ച് ഫണ്ട്, കാരണം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ ഒക്കില്ല. കാരണം അതുപോലെ ഇടിച്ചിട്ടുണ്ട്. പിന്നെ ലോക്കൽ ഗുണ്ടകളുടെ ഇടിയും കിട്ടിയിട്ടുണ്ട്, പോലീസ് ഏമാൻ്റെ ഇടിയും കിട്ടിയിട്ടുണ്ട്. അതൊന്നും ശരിയാണ്. കാരണം ആൾ തെറ്റിയെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ.
അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും നടപടി വരുന്നുണ്ട്. DYSP റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് FIR ആയി കഴിഞ്ഞു. അതുകൊണ്ട് സുരേഷ് വിഷമിക്കേണ്ട, സുരേഷ് നടപടി ഉണ്ടാവും. ചില കാര്യത്തിലെ ചില പാർട്ടിയുടെ സ്വാധീനവും അതും ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് സ്ലോ ആകും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം അടിയന്തരമായി വേണ്ടത് ബോധമുണ്ടോ ഈ ഗുണ്ടകൾ എന്ന് പറയുന്നവർക്ക് എന്തായാലും ഒരു സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയല്ലോ. ഈ ഇത്രയും ദിവസം വരുമ്പോൾ ഇവരാരെങ്കിലും ഒരു പക തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പോലീസ് സംരക്ഷണം നൽകേണ്ടതല്ലേ ഈ യുവാവിന്? അദ്ദേഹം പറയുകയാണ് ഈ വേദിയിൽ, പബ്ലിക് മുഴുവൻ, കേരളം മുഴുവൻ കേൾക്കെ പറയുകയാണ്, ആ ഗുണ്ടകൾ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംരക്ഷണം നൽകേണ്ടതല്ലേ ആ പോലീസ് പരിധിയിലുള്ള ആളുകൾ? അതെ, തീർച്ചയായിട്ടും ചടയമംഗലം പോലീസ് തീർച്ചയായിട്ടും ആരാണ് അയാളെ ഭീഷണിപ്പെടുത്തിയെന്ന് അവർക്കെതിരെ, ആ ഗുണ്ടകൾക്കെതിരായിട്ടും കേസെടുക്കും. അത് സുരേഷ് പറഞ്ഞൊരു വാക്കുണ്ട്, ഏതായാലും ജയിലിൽ പോകും, എന്നാൽ പിന്നെ ഇതുകൂടെ അങ്ങ് തീർത്തിട്ട് പോകാമല്ലോ എന്നാണ് അവന്മാർ പറയുന്നത്. അതൊക്കെ പറയുന്നത് ഒരു മര്യാദ വേണ്ടേ? അങ്ങനെ പറയാനുള്ളൊരു അവസരം ഈ പാവം പിടിച്ച ആൾ ഇടിയും കൊണ്ടു, അദ്ദേഹത്തിന് ജോലിക്കും പോകാൻ മേല. ആ സമയത്ത് ഈ സൈസ് വേദനപ്പെടുത്തുന്ന വാക്കുകളൊന്നും ഒരിക്കലും ഒരു ഗുണ്ടയായാലും ആരും പറയാൻ പാടില്ല. അപ്പോൾ അവന്മാർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുത്തിട്ട് ഇവരെയൊക്കെ കാപ്പ കേസിനകത്ത് അകത്താക്കണമെന്നേ. കാരണം കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മൈനർ ഗുണ്ടയാണെന്ന് 3-4 കേസുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം വേണം. അത് DIG ഒരു SP ലെവലിലുള്ളവരാണ് സാധാരണഗതിയിൽ കാപ്പ കേസിനകത്ത് സാങ്ഷൻ കൊടുക്കുന്നത്. തീർച്ചയായും നമുക്ക് ഈ വിഷയത്തിൽ ഫോളോ അപ്പ് എന്തായാലും ഉണ്ടാകണം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഉറച്ച ശക്തമായ നടപടി വരും ദിവസങ്ങളിൽ ഈ SIക്കെതിരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വളരെ ചുരുക്കി. ജനകീയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ ഗവൺമെന്റ് നടപടികളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇയാളെ പോലുള്ളവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സുരേഷിനോട് ഒരു വാക്ക്, സുരേഷ് ധൈര്യമായിട്ടിരിക്കും. സുരേഷ് ഇന്ന് മാതൃഭൂമിയിലെ ഈ ചർച്ച പോലും സുരേഷിന് അനുകൂലമായി മാറും. നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുള്ള ഉറപ്പാണ്. കൂടാതെ ഈ ഗുണ്ടകളെ പാലൂട്ടി വളർത്തുന്ന ലീഗ് പൊതുവെ ഗുണ്ടായിസുള്ള പാർട്ടി. പക്ഷേ ലീഗിന്റെ അവരെ പോലീസ് സഹായിക്കാണ്ടെന്നാ പറയുന്നത്. അതെ, ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത് സുരേഷ്, ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത്. അത് തീർച്ചയായിട്ടും അവരെഞ്ഞി സംഭവിച്ചാലും അവരെ പോലീസ് സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അത് ധൈര്യമായിട്ടിരുന്ന അങ്ങനെ ഒരു ഗവൺമെന്റ് അല്ലേ കേരളം ഭരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ മനസാക്ഷിയുള്ളവരെ, നമ്മുടെ പോലീസുകാരിൽ മഹാഭൂരിപക്ഷം മനുഷ്യസേവനം ചെയ്യുന്നവരെ നമ്മൾ കണ്ടില്ലേ. എത്രയെല്ലാം സംഭവങ്ങൾ പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഈ പോലീസ് സേന നടത്തിയ സേവനങ്ങൾ ചില മാധ്യമപ്രവർത്തകരുമായിട്ട് വിളിക്കുമ്പോൾ കോരിച്ചരിച്ചു പോവാ. ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. ആ 3 പോലീസുകാരെയും നിയമ നടപടി സ്വീകരിക്കണം. ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് പാവപ്പെട്ട സുരേഷ് കോമ്പൻസേഷൻ കൊടുക്കണം. കൂടാതെ തന്നെ ചടയമംഗലം പോലീസ് ഇങ്ങനത്തെ ദുരാരോപണങ്ങൾ കേൾക്കാൻ ശരി, അതാണ് നമുക്കിപ്പോൾ സമാധാനിപ്പിക്കാൻ സുരേഷിനെ അങ്ങനെ കഴിയുള്ളൂ. സുരേഷ് ധൈര്യമായി ഉറങ്ങുക. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഫോളോ അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു നിമിഷം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സേനയ്ക്കുള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് ഈ സേനയ്ക്ക് മുഴുവനായി നാണക്കേടാണ് എന്ന് കൂടി പറയുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.